പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നാണ്, മാരണം ബാധിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടിലൂടെ സമൂഹത്തെ ഇവർ പഠിപ്പിക്കുന്നത്. പലപ്പോഴും ചില മുസ്ലിയാക്കാർ വെല്ലുവിളിക്കാറുണ്ട്, അങ്ങനെ എവിടെയാണ് ഹദീസിൽ പറഞ്ഞത് എന്ന്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത 5763 നമ്പർ ഹദീസ്, അതിൽ ഇപ്രകാരം കാണാം: യുഹയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ശൈഅ വമാ ഫഅലഹു. പ്രവാചകന് തോന്നി ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന്, പക്ഷെ അദ്ദേഹം അത് ചെയ്തിരിക്കുകയില്ല. 3171 നമ്പർ ഹദീസ്, ഹത്താ കാന യുഹയ്യലു ഇലൈഹി അന്നഹു സനഅ ശൈഅൻ വലൻ യസ്നഉഹു. നേരത്തെ പറഞ്ഞ ആശയം തന്നെയാണ്. 5765 ഹദീസ്, ഹത്താ കാന യറഉ അന്നഹു യഅ്തിയൻ നിസാ വലാ യഅ്തിയഹുന്ന. സ്വന്തം ഇണകളെ സമീപിച്ചു എന്ന് പ്രവാചകന് തോന്നുന്നു, പക്ഷേ സമീപിച്ചിട്ടുണ്ടാവുകയില്ല. 5766 നമ്പർ, ഹത്താ ഇന്നഹു ലാ യുഹയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ശൈഅ വമാ ഫഅലു. നേരത്തെ പറഞ്ഞ അതേ ആശയം. 6063 നമ്പർ ഹദീസ്, ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മക്കസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കദാ വകദാ, ഇങ്ങനെയൊക്കെ നബി കഴിച്ചുകൂട്ടി. യുഹയ്യലു ഇലൈഹി അന്നഹു യഅ്തി അഹ്ലഹു വലാ യഅ്തി. സ്വന്തം ഇണകളെ സമീപിച്ചു എന്ന് തോന്നും, പക്ഷേ ചെന്നിട്ടുണ്ടാവുകയില്ല. 6391 നമ്പർ ഹദീസ്, തുബ്ബ ഹത്താ ഇന്നഹു ല യുഹയ്യലു ഇലൈഹി ഖദ് സനഅ ശൈഅ വമാ സനഅഹു. ഇവല്ലതും ചെയ്തു എന്ന് തോന്നും, ചെയ്തിട്ടുണ്ടാവുകയില്ല. അപ്പൊ നോക്കൂ, പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാറു സംഭവിച്ചു എന്നാണ് ഇവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. തീർത്തും ഇസ്ലാമിക വിരുദ്ധമാണ്, അന്ധവിശ്വാസമാണ്. അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ, ഹദീസുകളെ പേരിൽ, അത് ഉദ്ധരിച്ച ഇമാമിങ്ങളെ പേരിൽ ശുദ്ധമായ കളി ഈ ഇരിക്കുന്ന അലി മദനി, ഇത് എവിടെയുള്ളത്? സിഹിർ ബാധിച്ച് നബിതങ്ങൾക്ക് ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്ന് ഏത് റിപ്പോർട്ടിലാണ് ഉള്ളത്? അത് നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. നബിയുടെ ബുദ്ധിക്ക് സിഹിർ ബാധിച്ചു എന്ന് ഒരൊറ്റ മുഹദ്ദിസും പറഞ്ഞിട്ടില്ല, ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഫത്തുൽ ബാരി വായിച്ചാലോ, അവിടെ അടക്കം പറഞ്ഞു. ഫത്തുൽ ബാരി പറഞ്ഞു ബുദ്ധിയെ ബാധിച്ചിട്ടില്ല എന്ന്. എന്നിട്ട് ഞങ്ങൾ ബുദ്ധിയെ ബാധിച്ചു എന്ന് എഴുതിച്ചത്. അപ്പോൾ ആ നബിയെ മോശമാക്കി നിങ്ങളാണ് ആ പണി അവസാനിപ്പിക്കണം. നിങ്ങൾ ബുഖാരിനെ പൂർണ്ണമായും തള്ളും, എഴുതിച്ചോളി, പൂർണ്ണമായും തള്ളും. നിങ്ങൾ കണ്ണൂർ 10 മുമ്പത്തെ സംഭാഷണങ്ങൾ പറഞ്ഞാൽ സനദിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ല, ഇപ്പം സനദിൽ കുഴപ്പമുണ്ടായി. ഇനി ബുഖാരി മൊത്തം തള്ളും, മുസ്ലിം തള്ളും, ഹദീസ് പൂർണ്ണമായും തള്ളും, അവസാനം ഖുർആനും വേണ്ട അറിയും. അവസാനം എൻ്റെ 50 നഷ്ടമായി എന്ന് മറ്റോ പറഞ്ഞ പോലെ പറയേണ്ടി വരും. ഉണ്ടാവും, നോക്കിക്കോളിങ്ങൾ. നബി ഞങ്ങളുടെ ബുദ്ധിക്ക് ഈ സിഹിർ കൊണ്ട് യാതൊരു സ്വാധീനവും ഉണ്ടാക്കിയിട്ടില്ല. നബിയുടെ വഹയിന് ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. അള്ളാഹു തല കാക്കുമെന്ന് അല്ല ഏറ്റതാണ്. വല്ലാഹു യഅ്സിമുക മിനന്നാസ്. അല്ല നിങ്ങൾ സംരക്ഷിക്കുന്ന അല്ല പറഞ്ഞാണ്, അല്ല സംരക്ഷിച്ചു. ജൂതന്മാർ കൊല്ലാൻ ശ്രമിച്ചു പല രൂപത്തിൽ, അതിൽ ഒന്നായിരുന്നു സിഹിർ ചെയ്തുകൊണ്ട് കൊല്ലാൻ ശ്രമിച്ചത്, അല്ല സംരക്ഷിച്ചു. വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചു, അല്ല സംരക്ഷിച്ചു. ഇനി നാളെ പിറ്റേ നിങ്ങൾക്ക് പറയേണ്ടി വരും ജൂതന്മാർ വിഷം കൊടുത്തു എന്ന ഹദീസ് ഈ ആയത്തിന് എതിരാണ്. കാരണം എന്താ? വല്ലാഹു യഅ്സിമുക മിനന്നാസ്, അല്ല പറഞ്ഞാലേക്ക് ആക്കുമെന്ന്, പക്ഷെ വിഷം കൊടുത്തു പറഞ്ഞാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് ആ ഹദീസ് ശരിയല്ല എന്ന് പറയേണ്ടി വരും.